ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടലായ ബൃന്ദാവനിലാണ്. ബൃന്ദാവൻ്റെ പുതിയ ഔട്ട്ലെറ്റ് എടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയേണ്ടത്, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ അച്ഛൻ വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബൃന്ദാവനിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. സൺഡേ നോക്കേ വേണ്ട, ഒരിക്കൽ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്ക്, ആളുകൾ പുറത്ത് ക്യൂ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ഈ ബൃന്ദാവൻ്റെ ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ആര്യനേന്ദ്രനും പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അവർ തനിയെ കഴിച്ചോളും. കുറച്ച് സമയം എടുത്തിട്ട് അവർ കഴിക്കുള്ളൂ, എന്നിരുന്നാലും അവർ തനിയെ എടുത്ത് കഴിക്കുന്നുണ്ട്. വികൃതി കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ആംബിയൻസ് സൂയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും വന്ന് ഇവിടെ ഈ ഒരു ആംബിയൻസിലിരുന്ന് ഇവിടുത്തെ ആ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ചിലയിടത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന തൃപ്തി നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ കിട്ടും. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 7:30 ആകുമ്പോഴേക്കും എത്താം. 8:30 ആവാൻ നിൽക്കരുത്, കാരണം 8:30 ആകുമ്പോഴേക്കും പുറത്ത് ആളുകൾ ക്യൂ ആയിരിക്കും. പിന്നെ നമ്മൾ ആ വെയിലൊക്കെ കൊണ്ട് നിന്ന് അവശതയായിട്ട് കഴിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചാൽ വളരെയധികം ഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. നമ്മൾ കുഞ്ഞുനാളിൽ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മൾ വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് നമുക്ക് വീടിൻ്റെ ആ ഒരു ഫീല് മിസ് ചെയ്യണം നമുക്ക്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ അച്ഛൻ വന്ന് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചപ്പോൾ. ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കും അച്ഛൻ പറൂറിലേക്കാണ് പോയത്. വൈകുന്നേരം അംബരീഷിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കഫേയിൽ ഒരു ഡിന്നർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ വൈകുന്നേരം പോവുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണിത്. നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ, നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ ആ ഒരു സൂപ്പർ വൈബാണ് എപ്പോഴും. നമ്മൾ ഏത് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാലും ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളാകെ മാറും. അത് അവിടെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ എത്ര പോയി കഴിഞ്ഞാലും ഒരു മടുപ്പ് തോന്നില്ല. പ്രത്യേകിച്ചും ഈവനിങ്ങിലാണ് ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കഫേ ടമാരയിലാണ്. അംബരീഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടിയാണ് കഫേ ടമാര. ഏകദേശം 2017 തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത്. 200 വർഷം പഴക്കമുള്ള ഡച്ച് ബിൽഡിങ്ങിന് റിനോവേറ്റ് ചെയ്തെടുത്ത ഒരു കഫേയാണ് ടമാര. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, അമേസിങ്, വളരെ പീസ്ഫുള്ളാണ് കേട്ടോ. ഈ ഗ്രീനറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പേസും കൂടിയാണ്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കേണ്ടവർക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. മാത്രമല്ല ഇവരുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ബൊഫെയാണ്. ഞങ്ങൾ എത്തിയത് ഈവനിങ് ആയതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ കഫേയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, കൊച്ചിയുടെ തനതായ ആ പഴയ റെസിപ്പീസ് നിലനിർത്തിക്കൊണ്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തനിമയാണ് ഇവരെ മറ്റുള്ള കഫേയിൽ നിന്നും ഈ കഫേയെ വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങളുടെ കൂടെ എന്നുള്ളത് അംബരീഷിൻ്റെ ഫ്രണ്ടായ മാത്യു ഫാമിലിയാണ്. അതേ ഗിഫ്റ്റും മാത്യുവും അവിടെ വന്നപ്പോൾ തന്നെ അവരുടെ ആ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് അവർ തിരിച്ചു പോയെന്ന് തോന്നുന്നത്. ഗിഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിഫ്റ്റി ഒരു പ്ലസൻറ്റ് ഫേസിൻ്റെ ഒരു ഉടമയാണ് കേട്ടോ. എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഒരു ഫേസാണ്. ഒരു ചിരിക്കാത്ത മുഖം ഞാൻ കണ്ടിട്ടില്ല ഗിഫ്റ്റിയിൽ. മാത്യു ആണെങ്കിൽ എപ്പോഴും എല്ലാവരെയും ചുറ്റുമുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ വിശന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റാർട്ടർ മെനു, ഈ ബേക്ക്ഡ് ഐറ്റംസാണ്. അത് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആര്യനേന്ദ്രനും കൂടാതെ ആദ്യം തോമയുണ്ട് കേട്ടോ. ആദ്യ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷൻ ഒഴിവായി. ആര്യനേന്ദ്രനും ആദ്യയോടൊപ്പം തന്നെയായിരുന്നു. ആദ്യമായിരുന്നു കൊണ്ടുനടന്നത് എല്ലായിടത്തും കൂടെ കളിച്ചും ചിരിച്ചും അവർ മൂന്നുപേരും കൂടി നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, കാരണം ഞാനൊന്ന് റിലാക്സായി കുറച്ച്. അതിനിടയിൽ ആര്യനേന്ദ്രനും ആദ്യം പിടിച്ച് തല്ലേക്ക് ചെയ്തു കേട്ടോ. പാവം, അത്രയും നല്ല കെയറോടുകൂടി നോക്കിയിട്ട് അവസാനം അവൾക്ക് ഇട്ടൊരു അടി കൊടുത്ത ആര്യക്കുട്ടൻ.
ഒരു വിഷമം തോന്നി. പിന്നെ കുട്ടികളാണല്ലോ, അവരൊന്നും കൂടുതൽ സമയത്തേക്ക് വെക്കില്ല, എല്ലാം അപ്പം തീർത്തുകൊണ്ടിരിക്കും. ഇത് വളരുമ്പോഴും മനുഷ്യർക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ, ആ ഗുണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ലൈഫൊക്കെ ഒത്തിരി ഹാപ്പി ആയിട്ട് പോയാനല്ലേ. ഏറ്റവും നല്ലൊരു കാലമല്ലേ കുട്ടിക്കാലം. അവരൊന്നും അറിയുന്നില്ല, ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല. കളിക്കുക, എന്താ പറയുക, ഭക്ഷണം കഴിക്കുക, ഓടിച്ചാടി നടക്കുക, എന്ത് രസമുള്ള കാലമാണോ. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി കളിക്കേണ്ട, എല്ലായിടത്തും പോയി കളിക്കുന്നുണ്ട്, അതും ഇതൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ആദയുടെ ഒരു ക്യാരക്ടർ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, അവൾ ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങൾ എടുത്തു വയ്ക്കുന്നതിലും എല്ലാത്തിലും, ഫുഡ് കഴിപ്പിക്കുന്നതിലൊക്കത്തിലും അവൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഫുഡ് കഴിക്കുന്ന രസമുണ്ട് കേട്ടോ. തോമ അതിൽ നിന്ന് ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് അവൻ്റെ അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികളിൽ നമ്മൾ വളർത്തേണ്ട ശീലങ്ങളാണ് ഇതെല്ലാം സ്കൂൾ തലത്തിലും വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ സ്കൂൾസിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവരുടെ ഈ ബാക്ക് ഏരിയയിൽ സൂപ്പർ വൈബാണ് കേട്ടോ. ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ചില്ല് ചെയ്തിരിക്കാൻ, അല്ലെങ്കിൽ സോളോ ഡേറ്റിന്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കഫേ ടെമാര. ഈ ബാക്ക് ഏരിയയിൽ കുറേ സ്റ്റോൺസ് ഇരിക്കുന്നുണ്ട്. ബുദ്ധയുടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഗ്രീനറി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീൽസൊക്കെ എടുക്കാം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീൽസൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ വന്ന് ഒത്തിരി നേരം ഇവർ മൂന്ന് പേരും വന്നിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സ്റ്റോണൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഇവർക്ക് കുറച്ച് അട്രാക്ഷൻ ഈ ഏരിയയിലായിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ മെനു എത്തി. ഞങ്ങൾ പാസ്തയുടെ പല ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു വെജ് പാസ്തയാണ് ഓർഡർ ചെയ്തത്. ബാക്കി എല്ലാവരും ചിക്കൻ്റെ പല ഫ്ലേവേഴ്സിലായിരുന്നു. തോമ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് അവൻ്റെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. ഡെലീഷ്യസ്. മസ്റ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ എന്തായാലും വരണം. വീക്കെൻഡിൽ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം, സോളോ ഡേറ്റിന് വരാം, ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാനായിട്ട് വരാം, ഒരു മഴയൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് എടുക്കാം, റീൽസ് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും വരാം. കഫേ ടെമാര പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് ടൈം. കഫേ ടമാരയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സീഗിളിലാണ്. അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ശരിക്കും ഇത് ജൂലൈ 13 ഡേറ്റ്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുക അംബരീഷിന്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയൊരു ചാനലായിട്ട് വരും വരെ സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ.